ഡാവിഞ്ചി റിസോൾവ് സ്റ്റുഡിയോ 20 ഫ്യൂഷനിൽ വന്ന ഒരു അടിപൊളി അപ്ഡേറ്റ് ആണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അത് ഫ്രീ വേർഷനിൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, നിങ്ങൾ ചെക്ക് ചെയ്യാട്ടോ എന്തായാലും. അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ ഇവിടേക്ക് ഒരു ക്ലിപ്പ് ആഡ് ചെയ്യാണ്. നേരെ കളർ ഗേഡിൻ്റെ അകത്ത് വന്നിട്ട് ഞാൻ ഇതിന് എന്തെങ്കിലും കളർ ഗേഡ് കൊടുക്കുകയാണേ. സാധാരണ ഇതിൽ നിങ്ങൾക്ക് അറിയാം, കളർ ഗേഡിങ് കൊടുത്ത് തിരിച്ച് ഫ്യൂഷനിൽ ചെന്ന് കഴിഞ്ഞാൽ ആ ഒരു കളർ ഗേഡിങ് അവിടെ ഉണ്ടാവില്ല അല്ലേ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, കളർ ഗ്രേഡിങ് അവിടെ ഇല്ലല്ലേ. പക്ഷേ കളർ ഗ്രേഡിങ്ങോട് കൂടി ഇവിടെ കാണാനൊരു ഓപ്ഷൻ ഉണ്ട്. അതിനുവേണ്ടി മീഡിയ ഔട്ട് എന്നുള്ള നോഡിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ വന്നു കഴിഞ്ഞാൽ പുതിയൊരു ഓപ്ഷൻ ഉണ്ട്, കളർ. ക്ലിക്ക് ചെയ്ത് നോക്കിയേ, നമ്മൾ ഈ കളർ ഗ്രേഡിൻ്റെ പാനലിൽ എന്താണോ മാറ്റം വരുത്തിയത്, ഞാൻ വേറെ എന്തെങ്കിലും മാറ്റം വരുത്താം കേട്ടോ, മാറ്റം വരുത്തിയ ആ ഒരു സംഭവം നമുക്കിനി ഫ്യൂഷൻ്റെ അകത്ത് കാണാൻ പറ്റും. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? ഇത് പൊളി അപ്ഡേറ്റ് ആണ്, ഒന്നും പറയാനില്ല. ഈ ഒരു സംഭവം എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. ഇപ്പോൾ അതിനൊരു അപ്ഡേഷൻ അവർ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് മാത്രമല്ല കേട്ടോ, വേറൊരു അപ്ഡേഷൻ കൂടെ ഉണ്ട്. നേരെ ഞാൻ എഡിറ്റ് പേജിൽ പോയി, എന്നിട്ട് എന്തെങ്കിലും ഇതിൻ്റെ ടെക്സ്റ്റ് ഇതിൻ്റെ മേലേക്ക് ആഡ് ചെയ്യാം. ടെക്സ്റ്റ് എന്നല്ല, എന്ത് സംഭവം വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മേലേക്ക് ഞാൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു ടെക്സ്റ്റ് ഇവിടെ വന്നു അല്ലേ. നമ്മൾ തിരിച്ച് ഫ്യൂഷനിൽ വന്നു കഴിഞ്ഞാൽ സാധാരണ ഇതിലെന്താവും, ആ ഒരു ടെക്സ്റ്റ് മാത്രമേ കാണുള്ളൂ, താഴെയുള്ള കാണാൻ പറ്റില്ല അല്ലേ. ഇതിനും സൊല്യൂഷൻ ഉണ്ട്. നമ്മൾ മീഡിയ ഔട്ട് നോട്ടിൽ വരിക, മിക്സ് എന്നൊരു ഓപ്ഷൻ കണ്ടോ, ഇവിടെ മിക്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, അതിൻ്റെ താഴെയുള്ള നോഡുകളിലൊക്കെ എന്താണ്, അതിൻ്റെ കളർ ഗ്രേഡ് എന്താണ്, അങ്ങനെ മൊത്തത്തിൽ മിക്സഡ് ആയിട്ടുള്ള ഒരു ഔട്ടാണ് നമുക്ക് കിട്ടുക. ഇത് വളരെയധികം ഉപകാരപ്പെട്ടൊരു ടിപ്പാണ് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ വീഡിയോക്ക് ലൈക്ക് അടിക്കുക. നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം അല്ലേ. അടുത്തൊരു എഫക്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഒരു, പക്ഷേ എന്നാലും ബിഗിനേഴ്സിന് ചിലപ്പം ഒരു ഹെൽപ്പായിരിക്കാം. നമ്മുടെ ഈ ഒരു ക്ലിപ്പിന് നമുക്കൊരു സിനിമാറ്റിക് ഒരു സ്റ്റൈൽ കൊടുക്കാണ്ടി മേലെയും താഴെയും ക്രോപ്പ് ചെയ്യാമെന്ന് കരുതുക. നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? ഈ ക്ലിപ്പിൽ ക്ലിക്ക് ചെയ്യും, എന്നിട്ട് ഇൻസ്പെക്ടറിൻ്റെ അകത്ത് വരും, വീഡിയോയിൽ വരും, എന്നിട്ട് ക്രോപ്പിങ്ങിൽ വന്ന ശേഷം നമ്മൾ 4K ആണെങ്കിൽ ടോപ്പിൻ്റെ അകത്ത് ഒരു 200 കൊടുക്കും, HD ആണെങ്കിൽ 100 കൊടുക്കും അല്ലേ, 100 ബോട്ടത്തിലും കൊടുക്കും അല്ലേ. അപ്പോൾ എന്തായി, ഇതേപോലെ ഒരു ക്രോപ്പ് എഫക്റ്റ് കിട്ടി. പക്ഷേ നമ്മൾ ഓരോരോ ക്ലിപ്പിൽ ഇതേപോലെ ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ. ഫിലിം കഴിയുമ്പോഴേക്കും അത് മാത്രമല്ല, ഇനി നമുക്ക് ഇതിന് ഇത്തിരി ഈ താഴേക്ക് കട്ടായി പോയ ഭാഗത്ത് നിന്ന് കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ അത് എടുക്കാനും പറ്റില്ല. ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ എന്താ ചെയ്യാമെന്നറിയാം, ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ക്രോപ്പ് റീസെറ്റ് ചെയ്യാം കേട്ടോ. അതവിടെ വന്ന് ക്രോപ്പ് ഒന്ന് റീസെറ്റ് ചെയ്യുക. എഫക്ട്സിൻ്റെ അകത്ത് വന്നിട്ട് ഇവിടെ എഫക്റ്റ് എന്ന് കാണാൻ പറ്റില്ല, എഫക്ട്സിൻ്റെ അകത്ത് എഫക്റ്റ് എന്ന് കാണാൻ പറ്റില്ല. അതിൽ വന്നു കഴിഞ്ഞാൽ അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പ് എന്ന് കാണാൻ പറ്റില്ല. അതിന് ഡ്രാഗ് ചെയ്ത് ഈ എല്ലാ ലെയറിൻ്റെയും മേലെയായിട്ട് ആഡ് ചെയ്യും. ഇതിൻ്റെ മേലേക്ക് വേറെ ലെയറുകളുണ്ട്. ഏറ്റവും ടോപ്പ് ലെയറിൽ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പ് കാണും. ഇതിനെ ഡ്രാഗ് ചെയ്ത് നമുക്ക് എത്രത്തോളം ലെങ്ത് ഉണ്ടോ അത്രത്തോളം ലെങ്ത്തിൽ കൊണ്ടുവെക്കാം. എന്നിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ഇൻസ്പെക്ടറിൽ വരിക, വീഡിയോ ഇൻസ്പെക്ടറിൽ ക്രോപ്പിൽ വന്നിട്ട് മേലെ എന്ത് ചെയ്യുക, ക്രോപ്പ് 100 ഇടുക. താഴെ ബോട്ടം, ക്രോപ്പ് ബോട്ടം എന്നുള്ള അവിടെയും ഒരു 100 ആഡ് ചെയ്യുക. കണ്ട, ഇത് നിങ്ങൾ എല്ലാ ക്ലിപ്പിലും ഇത് കറക്റ്റായിട്ട് ആഡ് ആയിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു ക്ലിപ്പിൻ്റെ അത് ശ്രദ്ധിച്ചോ, എനിക്ക് ഈ കുഴി കുറച്ചുകൂടെ മേലേക്ക് കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു ക്ലിപ്പിൽ, അതായത് അഡ്ജസ്റ്റ്മെന്റ് ലെയറിലല്ല താഴെയുള്ള ഈ ഒരു ക്ലിപ്പിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇൻസ്പെക്ടറിൻ്റെ അകത്ത് തന്നെ കേട്ടോ, വീഡിയോയിൽ പൊസിഷൻ ഇല്ലേ, പൊസിഷൻ്റെ Y വാല്യൂ കുറച്ച് താഴേക്കും മേലേക്ക് അഡ്ജസ്റ്റ് ചെയ്താൽ അതേപോലെ കണ്ടോ ആ ക്രോപ്പിൻ്റെ ഉള്ളിലൂടെ ഇതിങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും. ഇതേപോലെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇനി ഇതിൽ ഏത് വേണമെങ്കിലും അതേപോലെ ചെയ്യാം കേട്ടോ. ഇതിൻ്റെ അകത്ത് പൂവ് കുറച്ചുകൂടി താഴേക്ക് വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇതിൽ ക്ലിക്ക് ചെയ്യുക, Y വാല്യൂ കുറച്ച് താഴേക്ക് കൊണ്ടുവരാം, അതായത് ലെഫ്റ്റിലേക്ക് നീക്കുക, റൈറ്റിലേക്ക് നീക്കി കഴിഞ്ഞാൽ മേലേക്ക് കണ്ടോ. ഇതേപോലെ ഓരോന്നോരോന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ ഇങ്ങനെ മാറ്റി വെക്കുകയും ചെയ്യാം. കണ്ടോ, ഇവിടെ കണ്ട ചുറ്റിപ്പൂവിനൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അതേപോലെ ചെയ്താൽ മതി. ഈസി അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു ടിപ്പ് എന്താണെന്ന് നോക്കാം അല്ലേ. നമ്മൾ നേരത്തെ ആഡ് ചെയ്ത പോലത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറുകൾ ഉണ്ടാവില്ലേ, എഫക്റ്റിൽ വന്ന അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറുകൾ. ഇനി അങ്ങനെ അല്ലെങ്കിൽ ഫോട്ടോസില്ലേ, ഫോട്ടോസ് PNG അല്ലെങ്കിൽ സാധാ JPG ഏത് ഇമേജ് ആയാലും കുഴപ്പമില്ല. അതേപോലെ ലോഗോകൾ, പിന്നെ ഫ്യൂഷൻ ക്ലിപ്പുകൾ, ഇതെല്ലാം തന്നെ നമ്മളിങ്ങനെ ഒരു 5 മിനിറ്റ് വേണ്ട ക്ലിപ്പുകളാണെങ്കിൽ അല്ലെ 1 മിനിറ്റ് വേണ്ട ക്ലിപ്പുകളാണെങ്കിൽ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് പകരം നമുക്കൊരു എളുപ്പവഴിയുണ്ട്. എന്താണെന്നറിയോ, ആ അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലിപ്പ് അല്ലെങ്കിൽ ഫോട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ഏത് കാറ്റഗറി ആയാലും കുഴപ്പമില്ല, അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം Command D, വിൻഡോസിലാവുമ്പോൾ Control D ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഓപ്ഷൻ വരും. ഇല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചേഞ്ച് ക്ലിപ്പ് ഡ്യൂറേഷൻ എന്ന് കാണാൻ പറ്റും. എവിടെ? ചേഞ്ച് ക്ലിപ്പ് ഡ്യൂറേഷൻ കണ്ട. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര മിനിറ്റ് വേണമെന്നുള്ള ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നറിയോ, ആദ്യം തന്നെ നമുക്കൊരു 10 മിനിറ്റ് ആണ് വേണ്ടുന്നത്. അപ്പോൾ അവിടെ 10 ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ 10 അടിച്ചത് അത് 10 മില്ലി സെക്കൻഡ്സ് ഓർ മൈക്രോ സെക്കൻഡ്സിലെ ആ സെക്കൻഡ്സ് ആയി. പിന്നെ ഒരു 10 കൂടെ അടിച്ചു കഴിഞ്ഞാൽ 10 സെക്കൻഡ്സ് ആയി. പിന്നെ ഒരു 10 കൂടെ അടിച്ചു കഴിഞ്ഞാൽ 10 മിനിറ്റ്. അതായത് ഈ ലാസ്റ്റ് വരുന്ന മിനിറ്റും പിന്നെ ഇങ്ങോട്ട് വരുന്ന സെക്കൻഡും ആ മില്ലി മൈക്രോ സെക്കൻഡ്സ് ആണ് കേട്ടോ. മില്ലിയാണോ മൈക്രോ ആണോ എന്ന് എനിക്കറിയില്ല, ആ സെക്കൻഡ്സ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം 10 അടിച്ച ശേഷം ബാക്കി 2, 4, 0 ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് 10 മിനിറ്റ് ലെങ്ത് ഉള്ള ഒരു ക്ലിപ്പായിട്ട് മാറും. ഇവിടെ ചേഞ്ച് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും മുന്നോട്ടേക്ക് അത് പോകും കേട്ടോ. നമുക്ക് വേറെ ഓപ്ഷൻ ഉണ്ടോ അതിൻ്റെ അകത്ത്, ഞാൻ വീണ്ടും അതേ ഓപ്ഷൻ തന്നെ എടുക്കുകയാണ്.
ഇവിടെ നമുക്ക് ടൈം മാത്രമല്ല ഫ്രെയിം കൊടുക്കാൻ പറ്റും. അപ്പോൾ 335 ഫ്രെയിമാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എത്ര ഫ്രെയിം വേണം, 60 ഫ്രെയിം മതിയെങ്കിൽ 60 ഫ്രെയിം കൊടുക്കാം. അതായത് അങ്ങനെ കൊടുക്കാം. പ്രീസെറ്റ് 30 ഫ്രെയിം ഉണ്ട്, 150 ഫ്രെയിം ഉണ്ട്, 450 ഫ്രെയിം ഉണ്ട്. ഇതിലേതെങ്കിലും ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ടൈമും അതേപോലെ തന്നെ 1 സെക്കൻഡ് ഉണ്ട്, 5 സെക്കൻഡ് ഉണ്ട്, 15 സെക്കൻഡ് ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ അതവിടെ 15 സെക്കൻഡായി. നമുക്ക് കൂടുതൽ ഒരു മണിക്കൂറൊക്കെ വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് 1 മണിക്കൂറിലെ വർക്കൊന്നും നമുക്ക് വേണ്ടില്ല. എന്നാലും ഈ ലാസ്റ്റ് കാണുന്ന ഇവിടെ മാത്രം 1 അടിച്ചു കൊടുത്താൽ 1 മണിക്കൂറായി, ഇവിടെ 10 അടിച്ചാൽ 10 മണിക്കൂറായി. അങ്ങനെയാണ് നമ്മളിത് ചേഞ്ച് ചെയ്യുന്നത്. ചേഞ്ച് കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ക്ലിപ്പുകളുടെ ലെങ്ത്ത് കൃത്യമായിട്ട് മുന്നോട്ടേക്ക് നീക്കി വെക്കുന്നത്. അല്ലാതെ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുകഴിഞ്ഞാൽ കുഴപ്പമില്ല. എന്നാലും 10 സെക്കൻഡ് ആയോ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുക? ഒരുപാട് പണിയാണല്ലേ. അതുകൊണ്ട് 1 മിനിറ്റും 1 മിനിറ്റ് കറക്റ്റ് 1 മിനിറ്റും 23 സെക്കൻഡും ആയി. ഇതാ കണ്ടോ, താഴെ കണ്ടോ ആ +43 കഴിഞ്ഞാൽ താഴെ കണ്ടോ സമയം മൂവാകുന്ന കറുത്ത കളറിൽ കണ്ടോ. ഇങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ഏറ്റവും എളുപ്പം ഞാനിപ്പോൾ പറഞ്ഞു തന്ന പോലെയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ ഡാവിഞ്ചി റിസോൾവ് 20ൻ്റെ അകത്ത് വരുന്നതാണ്. 20ൽ ടെക്സ്റ്റിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ ടെക്സ്റ്റ് ടൈറ്റിലിൻ്റെ അകത്ത് മൾട്ടി ടെക്സ്റ്റ് നമ്മുടെ ഓപ്ഷൻ കാണാൻ പറ്റും. അതിന് ഇവിടേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മെയിൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ മാത്രം പറ്റി നമുക്കൊരു വീഡിയോ ചെയ്യാനുണ്ട്. എന്നാലും ഇവിടെ ജസ്റ്റ് ഒരു ടിപ്പ് പോലെ കാണിച്ചു തരാം. നമുക്ക് ആർച്ച് പോലെ എന്തെങ്കിലും എഴുതണമെന്നുണ്ടെങ്കിൽ ഈസിയാണ്. ഈ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഇൻസ്പെക്ടറിൽ വന്നു കഴിഞ്ഞാൽ ടൈറ്റിലിൻ്റെ അകത്ത് ഇവിടെ ABC എന്ന് പറഞ്ഞ ആർച്ച് ടൈപ്പ് കണ്ട ഇതൊന്ന് ക്ലിക്ക് ചെയ്യാം. കണ്ടോ, എന്നാൽ ആദ്യത്തെ ഒരു ടെക്സ്റ്റ് ഉണ്ടാവും, അതിനെ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്യാം. എന്നിട്ട് ഇവനൊന്ന് താഴേക്ക് മൂവ് ചെയ്ത് വെക്കണമെങ്കിലോ ഈ ഒരു ഐക്കൺ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്ത് ഫ്യൂഷൻ ഓവർലേ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് നമുക്ക് വേണ്ട പോലെ താഴേക്ക് അറേഞ്ച് ചെയ്ത് വെക്കുക. ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും എഴുതാം. നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ ടൈപ്പ് ചെയ്യാം. നമുക്ക് വേണ്ട കാര്യങ്ങൾ ടൈപ്പ് ചെയ്താൽ ഇതേപോലെ റൗണ്ടിൽ, അതായത് ആർച്ച് ടൈപ്പിലൊരു ടെക്സ്റ്റ് ഇവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. വളരെ സിമ്പിൾ അല്ലേ. ഇത് നമുക്ക് വേണമെങ്കിൽ ഇനി ആനിമേഷനൊക്കെ കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതാണ് അടുത്തൊരു സിമ്പിൾ ടിപ്പ്. ഇനി നമ്മൾ ഫ്യൂഷൻ്റെ അകത്ത് വന്നു. ഇവിടെ ഞാൻ ടെക്സ്റ്റ് ആഡ് ചെയ്യണം. ജസ്റ്റ് ടെക്സ്റ്റ് ആഡ് ചെയ്തു. ടെക്സ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടെക്സ്റ്റും അതിൻ്റെ ഒരു മീഡിയ ഔട്ടും കിട്ടും അല്ലേ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് കാണാൻ വേണ്ടി ജസ്റ്റ് ഒരു ബ്ലാക്ക് കളറിലെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഇവിടേക്ക് ആഡ് ചെയ്യാണ്. ഇനി എനിക്കിവിടെ എന്തെങ്കിലും ടൈപ്പ് ചെയ്യണം അല്ലേ. ഞാനിവിടെ ഡാർക്ക് വോൾഫ് നിന്ന് ടൈപ്പ് ചെയ്യാണ്. ഇപ്പോൾ ഞാനിത് ഇവിടെ നിങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ എവിടെയാണെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. കറക്റ്റ് കിട്ടില്ല, ഏകദേശം കിട്ടില്ല. ഏകദേശം ഇവിടെയൊക്കെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം സെൻറ്ററാണ് കിട്ടും. പക്ഷേ നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ച് കറക്റ്റ് സെൻറ്ററിലൊക്കെ വെക്കാൻ വേണ്ടി ഒരു അടിപൊളി ഓപ്ഷൻ ഉണ്ട്. എന്താണെന്നറിയോ, ഇവിടെ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. എവിടെയാണ് ഈ സ്ക്രീനിൻ്റെ അകത്തൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ അകത്ത് നമുക്ക് ഗൈഡ്സ് എന്ന് കാണാൻ പറ്റും. ഗൈഡ്സിൻ്റെ അകത്ത് ഷോ ഗൈഡ്സ് എന്ന് കാണാൻ പറ്റും. കമാൻഡ് G ആണ് ഇതിൻ്റെ ഷോർട്ട് കട്ട് കേട്ടോ. വിൻഡോസിലാകുമ്പോൾ കൺട്രോൾ G ആയിരിക്കും. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇതേപോലൊരു ഗൈഡ് നമുക്ക് കിട്ടും. അതിൻ്റെ ഈ ഒരു പാർട്ട് കണ്ടോ, ലാസ്റ്റ് വരുന്ന ഈ ഒരു കോളം, ഇതിൻ്റെ ഉള്ളിലാണ് സേഫ് സോൺ എന്ന് പറയുക. അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഇതിൻ്റെ പുറത്തുള്ള വീഡിയോകളൊന്നും സേഫ് അല്ല. ഒരു പക്ഷേ വീഡിയോ കാണുന്ന സമയത്ത് കട്ടായി പോകാനുള്ള ചാൻസ് ഉള്ള ഏരിയാസാണ് ഇതിൻ്റെ പുറത്തേക്ക്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു ഏരിയ ആണ് ഇതിൻ്റെ കംഫേർട്ട് സോൺ. അതിൻ്റെ ഉള്ളിലായിട്ട് വരുന്ന ഈ ഏരിയ ആണ് കറക്റ്റായിട്ട് നമുക്ക് ഫുള്ളായിട്ട് കാണാം. അതായത് ഈ ഭാഗങ്ങളൊക്കെ പോകുന്നല്ല, ഇൻ കേസ് സൂം ചെയ്തൊക്കെ വെച്ച് ചില ആസ്പിറേഷനുകളൊക്കെ മാറ്റുന്ന സമയത്ത് ഇതൊക്കെ നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. കൂടുതൽ നമുക്ക് അതിനെ പറ്റി വേറൊരു ക്ലാസ്സിൽ പറയാം. ഇപ്പോൾ ഇത് സെൻട്രലായി കൊണ്ടുവെക്കണം എന്ന് പറഞ്ഞാൽ ഒരു പണിയില്ല അല്ലേ. കറക്റ്റ് ഇതാ ഇവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ കറക്റ്റ് സെൻറ്ററിലായി. നമുക്ക് സെൻറ്ററിൻ്റെ അകത്ത് നിന്ന് റൈറ്റ് കോളത്തിലേക്ക് കൊണ്ടുവരണമെങ്കിലോ ഇതാണ് റൈറ്റ് കോളത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഈസി. അപ്പോൾ എവിടെ വേണമെങ്കിലും നമുക്ക് ഇതാ ഈ ഒരു പൊസിഷനിൽ, അതായത് ലോഗോ ഒക്കെ വെക്കാൻ പറ്റിയ കറക്റ്റ് പൊസിഷൻ എന്താ ഇവിടെയാണ്. ഇതിൻ്റെ ഉള്ളിലായിട്ട് സേഫ് സോണിൻ്റെ അകത്ത് വെക്കാം. കണ്ടോ, അതങ്ങനെ സേഫ് സോൺ തന്നെയാണോ പറയാൻ കൃത്യമായിട്ട് എനിക്ക് അറിയില്ല. നമ്മളൊരു പേര് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ വേറെ എന്താ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമുക്ക് മുന്നോട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുവെക്കാം അല്ലേ. ഏത് നോഡ് വേണമെങ്കിലും എത്ര സംഭവങ്ങൾ. അത് ഒരു വേർഡും കൂടെ വരികയാണെങ്കിൽ, അതായത് ടെക്സ്റ്റും കൂടെ വരികയാണ്, ഞാൻ ടെക്സ്റ്റും കൂടെ ഇവിടേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ആ ഒരു ടെക്സ്റ്റ് നമുക്ക് മേലേക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മേലെയും താഴെയായിട്ടൊക്കെ, അതായത് സെൻറ്ററിൽ തന്നെ അലൈൻ ചെയ്ത് വെക്കാനും ബാക്കി കാര്യത്തിനൊക്കെ ഈ ഒരു സംഭവം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അവസാനത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം അല്ലേ. ഇത് 7ാമത്തെ ടിപ്പാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ എന്തെങ്കിലും റെക്കോർഡ് ചെയ്യുമെന്ന് കരുതുക. അതായത് സ്ക്രീൻ റെക്കോർഡല്ല, നമ്മൾ എന്തെങ്കിലും ക്യാമറയിൽ റെക്കോർഡ് ചെയ്യാണ്. ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ എന്തിനെക്കുറിച്ച് പറയുകയൊക്കെ ചെയ്യുന്ന യൂട്യൂബേഴ്സിനൊക്കെ ആണെങ്കിൽ ക്യാമറയിൽ നമ്മൾ റെക്കോർഡ് ചെയ്യും, അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്യും. ഇതേ സമയം നമ്മൾ മൈക്ക് കണക്ട് ചെയ്ത് വേറെ എന്തെങ്കിലും ഡിവൈസിലേക്ക് റെക്കോർഡ് ചെയ്യാമെന്ന് കരുതുക. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ ക്യാമറ റെക്കോർഡിങ്ങിന് ഒരു ഓഡിയോ ഉണ്ടാവില്ല, ആ ഓഡിയോ ക്ലിയർ പോരാ. അതിന് പറഞ്ഞാൽ നമ്മളെ മൈക്ക് റെക്കോർഡിങ്ങിലാണ് ക്ലിയർ ഉള്ളത്. അപ്പോൾ നമ്മൾ സാധാരണ ഇതിൽ മാച്ച് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യുക, ഇതിങ്ങനെ വെച്ച് നോക്കി കറക്റ്റായിട്ട് മാച്ച് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുക അല്ലേ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും. ഇതിന് പകരം നമ്മുടെ ഓഡിയോ ക്ലിപ്പുകൾ തമ്മിൽ മാച്ച് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം എന്താ അറിയോ, ഇതിന് രണ്ടിനെയും സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലല്ലേ ഞാൻ പറഞ്ഞല്ലേ, 2 ഡിവൈസ് കൊണ്ട് റെക്കോർഡ് ചെയ്ത കാര്യങ്ങൾ ഒരേ ടൈമിലാക്കാൻ വേണ്ടി ഇത് രണ്ടും സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിവിടെ ഓട്ടോ അലൈൻ ക്ലിപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ
നിങ്ങൾക്ക് ഇവിടെ ടൈം കോഡാണോ വേവ് ആണോ നോക്കേണ്ടതെന്ന് ചോദിക്കും. ഒരേ ടൈമിലുള്ള അനലൈസ് ചെയ്ത് വെക്കാനാണോ ടൈം കോഡാണോ അല്ലെങ്കിൽ വേവ് ആണോ? ഞാൻ വേവ് കൊടുക്കുകയാണ്, സിങ്ക് കൊടുക്കുകയാണ്. അതുകൊണ്ട് ജമ്പ് ചെയ്തും കൂടെ ഒട്ടി നിന്ന് കണ്ടോ, മനസ്സിലായില്ലേ? ഞാൻ ഒന്നുകൂടി വ്യക്തമായിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ രണ്ടുപേരും സെലക്ട് ചെയ്തു, റൈറ്റ് ക്ലിക്ക് ചെയ്തു, ഓട്ടോ അലൈൻ കൊടുത്ത് വേവ് ഫോം കൊടുത്തു, സിങ്ക് കൊടുത്തു. കണ്ട കറക്റ്റായിട്ട് ആ ഒരു ഓഡിയോ ഈ ഒരു ഓഡിയോ തമ്മിൽ സിങ്കായി. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഞാൻ വേണം ഒന്നും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ക്യാമറയിൽ ഒരു സംഭവം ഷൂട്ട് ചെയ്തു, അതേസമയം മൈക്കിൽ വേറെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടും കൂടി അലൈൻ ചെയ്ത് സിങ്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഈസി വേ ആണ് ട്ടാ. അപ്പോൾ നിങ്ങൾക്ക് ഈ ടിപ്പുകളൊക്കെ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.